എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രണയത്തിൻ്റെ മഹാവിജയം ഏത് കാര്യത്തിലാണ് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ മഹാവിജയം ഏത് കാര്യത്തിലാണെന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകാനുള്ള കഴിവാണ്. പ്രത്യേകിച്ച് ദുഃഖം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കും ആ വ്യക്തിക്കും പരസ്പരം ദുഃഖം ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി സാന്ത്വനിപ്പിക്കാൻ വരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടെങ്കിൽ മറ്റേയാളത് അറിഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി വന്ന് അതിന് സാന്ത്വനമേകുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പ്രണയത്തിലെ ഏറ്റവും വലിയ വിജയം. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു പരസ്പര അടുപ്പം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരസ്പര അടുപ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥായി രൂപം അത് തന്നെയാണ്. ഒരാൾ മറ്റൊരാളുടെ ദുഃഖത്തെ കൃത്യമായി അറിയുന്നു. ഒരാൾ മറ്റൊരാളുടെ ദുഃഖത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു വ്യക്തി മറ്റേയാളുടെ ദുഃഖത്തിൻ്റെ മർമ്മം അറിയുന്നു. അങ്ങനെ അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞ് ആ വ്യക്തിയെ സഹായിക്കാനും ആ വ്യക്തിക്ക് പിന്തുണ നൽകാനും നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് മറ്റേ വ്യക്തിയെ കൂടുതൽ നിങ്ങളോട് അടുപ്പമുള്ളതാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിലവിൽ അനുകൂലമായതിനേക്കാൾ കൂടുതൽ അനുകൂലമാകുന്നതും ഇതുമൂലം തന്നെയാണ്. നിങ്ങളുടെ ഇഴയടപ്പമുള്ള ബന്ധം ദൃഢമായതും ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് പരസ്പരം അറിയാൻ സാധിച്ചതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഒരാളുടെ മനസ്സിലെ ദുഃഖം മറ്റൊരാൾ മുന്നേ കൂട്ടി അറിഞ്ഞ് അതിന് കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നായത് മാറുകയാണ്. നിങ്ങൾക്ക് കൃത്യമായി അതിന് ഒരു മാനസികമായ അടുപ്പമുണ്ട്. നിങ്ങൾ ആ ദുഃഖവും അടുപ്പവും കൃത്യമായി അറിയുന്നു. അതിലും വലുതായിട്ട് നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ദുഃഖത്തെ നിങ്ങൾക്ക് മനസ്സിലറിയാൻ കഴിയുന്നു. നിങ്ങൾ അടുത്തില്ലെങ്കിലും നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും തരത്തിൽ ദുഃഖകരമായൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഒരു അനക്കം, ഒരാക്കം ഉണ്ടാവുന്നു. ആ ആക്കത്തിലൂടെ നിങ്ങൾക്ക് എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ദുഃഖം അനുഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ദുഃഖം അല്ലെങ്കിൽ അതിൻ്റെ വേദന അത് നിങ്ങൾക്ക് ദൂരെ നിന്ന് അറിയാൻ കഴിയുന്നു. മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അത്ഭുതം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് സംശയം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം കൂടുമ്പോഴും ഒക്കെ നിങ്ങൾ ആ വ്യക്തി പറയാതെ തന്നെ അറിയാനുള്ള കഴിവ് കിട്ടുന്നു. ജീവിതത്തെ ആസ്വദിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിനു മുമ്പേ അറിയുന്നു. ആ വ്യക്തിയുടെ മനസ്സിനെ മുഴുവനും വായിച്ച് അറിയാനുള്ള ശക്തി ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുതന്നെയാണ് നിങ്ങളുടെ മഹാവിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി വരാൻ പോകുന്നത് അതാണ്. ഒരാളുടെ ശരീരത്തിൽ, മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വ്യത ഉണ്ടാകുന്നുവെങ്കിൽ ആ ആൾക്കത് കൃത്യമായി അറിയാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു. അതുതന്നെയാണ് നിങ്ങളുടെ വിജയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മാനസിക ശാരീരിക സന്തുലിതാവസ്ഥയും അതിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഇഷ്ടപ്പെടാനും ഏതാണ് നല്ല സമയമെന്ന് പോലും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നു. ജീവിതത്തിൽ ദുഃഖമുള്ള സമയത്ത് അത് മുന്നേ കൂട്ടി അറിഞ്ഞ് ആ സമയത്ത് സ്വൈര്യമായിരിക്കാൻ അനുവദിക്കണമോ അതോ മാനസികമായി സംരക്ഷണം നൽകണമോ എന്നുള്ള രീതിയിൽ ഏത് രീതിയാണോ
നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയത്രയും ആ വ്യക്തിയെ ലോകത്ത് ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞ് കേട്ട് കണ്ടെത്തുന്നതുപോലെ ആ വ്യക്തിയെ ആർക്കും അറിയില്ല. നിങ്ങൾക്ക് മാത്രം ഈശ്വരൻ നൽകിയൊരു സിദ്ധിയാണ് ആ വ്യക്തിയെ അറിയുക എന്നുള്ളത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ വിജയം അതുതന്നെയാണ്, പരസ്പരം അറിയാനുള്ള ആ ഒരു ശക്തി. ദുഃഖം ഉണ്ടാകുമ്പോൾ ആ ദുഃഖം സാന്ത്വനിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു. അതുപോലെ നിങ്ങൾക്കും ആ വ്യക്തിയിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും മാനസിക വ്യതകളും കൃത്യമായി അറിയാൻ കഴിയുന്നു. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഏതൊക്കെ സമയത്ത് ചെയ്യണമെന്നും ഏതൊക്കെ സമയത്ത് പാടില്ല എന്നും ഉള്ള ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ കൃത്യമായി അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയവും അതുതന്നെയാണ്. പരസ്പരം അറിയാനുള്ള ആ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നല്ല സമയവും മോശം സമയവും സ്നേഹവും ദേഷ്യവും സങ്കടവും ഒക്കെ ഏതൊക്കെ സമയത്ത് വരുമെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നു. ഹിഡൻ ഡെപ്തിൽ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു. ഹിഡൻ ഡെപ്തിൽ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശക്തി. നിങ്ങൾ മനസ്സിലാക്കിയത്ര ആഴത്തിൽ ആ വ്യക്തി ആരും മനസ്സിലാക്കിയിട്ടില്ല. കൃത്യമായ ആഴത്തിൽ, കൃത്യമായ ശക്തിയിൽ, കൃത്യമായ മുന്നേറ്റത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമാകുന്നു. വലിയ തരത്തിലുള്ള മാനസിക അടുപ്പത്തിന് ശക്തി നൽകുന്നു. ഹിഡൻ ഡെപ്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. മറ്റാർക്കും ആ വ്യക്തിയെ അത്ര ആഴത്തിൽ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ ഏറ്റവും രഹസ്യം അത് തന്നെയാണ്. നിങ്ങളെ ആ വ്യക്തി അതുപോലെ ദൃഢമായി സ്നേഹിക്കുന്നു, നിങ്ങൾ ആ വ്യക്തിയെ ദൃഢമായി സ്നേഹിക്കുന്നു. അങ്ങനെ രണ്ട് ദൃഢതകളുടെയും ഒരു ശക്തമായ രൂപമാണ് നിങ്ങളുടെ പ്രണയം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് മാത്രം ലോകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. രണ്ടുപേർക്കുള്ളതും രണ്ടുപേരും നേടിയതുമായി എല്ലാം പരസ്പരം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഒന്നും എനിക്ക് നിന്നെ അല്ലാതെ വേണ്ട, അല്ലെങ്കിൽ ഞാൻ നേടിയതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ളത് നീയാണ്. നിനക്ക് വേണ്ടി മാത്രം ഞാൻ നിലകൊള്ളുന്നു, നിനക്ക് വേണ്ടി മാത്രം ഞാൻ നിലപാട് എടുക്കുന്നു, നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു. നീയല്ലാതെ ആരെയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെയും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെയും ലോകത്ത് ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. നമ്മളുടെ പ്രണയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അതുതന്നെയാണ്. അതുകൊണ്ട് മരണം വരെ ഒരുമിച്ച്, മരണം വരെ ഒരേ രീതിയിൽ, ഒരു വ്യത്യാസമില്ലാതെ, അണുവിട പോലും വ്യതിചലിക്കാതെ ഒരുമിച്ച് നിന്ന് മരിക്കുക, വിജയിക്കുക, ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. ജീവിതം അവസാനിച്ചാലും തുടങ്ങിയാലും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെന്നും ഒരുമിച്ച് നിൽക്കുക. നിങ്ങളുടെ പ്രണയത്തിൻ്റെ വിജയവും അതുതന്നെയാണ്. നിങ്ങൾക്കതിൽ കൂടുതലൊന്നും നേടാനുമില്ല. അതുതന്നെയാണ് നിങ്ങൾക്ക് നേടേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.